വീഡിയോക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട, ശരിക്കും കമൻറ്റ് ചെയ്യണ്ട. അപ്പം ഞാൻ എന്താ ഒരു ജേണൽ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ October 2nd Thursday ഫൈനലി നമ്മുടെ ഗിവ് അവേക്കുള്ള പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ വന്നു, വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ ഇൻട്രോ എന്ന് ഞാൻ പറയുന്നില്ല, ആൻഡ് പ്ലീസ് ഇഗ്നോർ ദി ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തതിന്റെ ഒരു ഷോർട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഗിവ് അവേയുടെ കാര്യം മെൻഷൻ ചെയ്തത്. ആ വീഡിയോയിൽ എങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, ആൻഡ് അതിന് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് റിയാക്ഷൻ ആണെങ്കിൽ എന്തായാലും ഞാനത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ബോഡി കെയർ, ക്രാഫ്റ്റ് സപ്ലൈസ്, എസെൻഷ്യൽസ്, പെർഫ്യൂംസ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എൻ്റെ മൈൻഡിൽ. ദ തിങ് ഈസ്, ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും പ്രിഫർ ചെയ്യുന്ന പോലെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിൽ നിന്നും കുറച്ച് പ്രോഡക്ട്സ് ആയിട്ട് വാങ്ങി. സോ 3 കാറ്റഗറിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്: സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ, ക്രാഫ്റ്റ് സപ്ലൈസ്, പിന്നെ കുറച്ച് റാൻഡം എസെൻഷ്യൽസ്. പെർഫ്യൂം ഇല്ല, അത് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഡിലേ ആവും. പകരം യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ഐറ്റം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ കമന്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോക്ക് ഒരു 300 കമന്റ്സ് കിട്ടി. അതിൽ ചിലപ്പോൾ ബോഡി കെയർ കമന്റ് ചെയ്ത് വെക്കുന്നവരുണ്ടാവും, ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം എസെൻഷ്യൽസ് കമന്റ് ചെയ്ത് വെക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇമോജീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ചോദിച്ചിട്ടുള്ളതായിരിക്കും. കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ഒരു റാൻഡം കമന്റ് പിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആവാനുള്ള ചാൻസ് 300-ൽ 1. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 ദിവസം കഴിഞ്ഞ്, മേ ബി October 2nd, ഗാന്ധി ജയന്തി ആണല്ലോ, ഹോളിഡേ അല്ലേ, അന്ന് വൈകിട്ട് ഒരു 3 മണിക്ക് 4 മണിക്ക് ഇടയിൽ ഞാൻ 4 വീഡിയോസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യും. ലൈക്ക് അധികം ലോങ് അല്ലാത്ത ഒരു 2 മിനിറ്റിൽ താഴെയുള്ള 4 വീഡിയോസ്. 2 സ്കിൻ കെയർ ആൻഡ് ബോഡി കെയറിന് വേണ്ടിയിട്ട്, 1 ക്രാഫ്റ്റ് സപ്ലൈസ്, 1 റാൻഡം എസെൻഷ്യൽസ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സ്കിൻ കെയറിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ലൈക്ക് ഫോർ എക്സാമ്പിൾ അതിനൊരു 70 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് 70-ൽ 1. നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലല്ലേ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ സ്കിൻ കെയറിൻ്റെ വിന്നറിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോയുടെ കമൻറ്റ്സ് എടുക്കും, ക്രാഫ്റ്റ് സപ്ലൈസിന് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ കമൻറ്റ്സും. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കാണാം. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി സ്കിൻ കെയർ ഓർ ബോഡി കെയർ. ഈ കാറ്റഗറിയിൽ ഞാൻ 2 ഗിഫ്റ്റ് പാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 ഫോർ മെയിൽസ് ആൻഡ് 1 ഫോർ ഫീമെയിൽസ്. അപ്പോൾ ആൺകുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് കാണിക്കാം. ഒരു ബോഡി ലോഷൻ, ഇത് നിവ്യയുടെ ആൽമണ്ട് ഓയിൽ ബോഡി മിൽക്കാണ്. പിന്നെ ഒരു ഫേസ് വാഷ്, ഇത് മൂസ്റ്റാക്കിന്റെ ഓഷൻ ഫേസ് വാഷ് ആണ്. ജെൻസിന്റെ സ്കിൻ കെയറിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലാത്ത കാരണം ഇതെന്റെ അനിയനാണ് സജസ്റ്റ് ചെയ്തത്. അവൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. ഇത് ഞാനും പണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫേസ് വാഷ് തീർന്നപ്പോൾ 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവൻ്റെ ഉപയോഗിച്ചു. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ഫേസ് വാഷ് ആണ്. ലൈക്ക് നമ്മൾ ഈ പോളോ മിഠായി ഒക്കെ തിന്നിട്ട് വെള്ളം കുടിക്കില്ലേ, അപ്പോൾ ഉള്ളൊരു എഫക്റ്റ് നമുക്ക് മുഖത്ത് കിട്ടും. ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയായിരിക്കും. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഡോട്ട് & കീയുടെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. സോ ഇത് 3 നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് പാക്കിൽ വരുന്നത്. ഇനി ഫീമെയിൽസിനുള്ള ഗിഫ്റ്റ് പാക്ക്, അതിലും ഞാനൊരു ബോഡി ലോഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോട്ട് & കീയുടെ ഈ ഒരു റെറ്റിനോൾ ആൻഡ് സെറാമൈഡ് നൈറ്റ് ക്രീം ആൻഡ് ഡോട്ട് & കീയുടെ തന്നെ വാട്ടർമെലൺ ഫേസ് വാഷ്. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഇതിന്റെ കൂടെ വന്നൊരു ലിപ്സ്റ്റിക് ആണിത്. ഒരു മിനി ലിപ്സ്റ്റിക് ആണ് റെനയുടെ. ഇത് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു മടി. ഷെയ്ഡ് ഒക്കെ നല്ലതാണോ, എല്ലാവർക്കും മാച്ച് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഫീമെയിൽസിനുള്ള ഈ ഗിഫ്റ്റ് പാക്കിൽ ഞാൻ ഈ ലിപ്സ്റ്റിക് കൂടി വയ്ക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മാച്ച് ആയില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. സോ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ കാറ്റഗറിയിൽ വരുന്ന ഗിഫ്റ്റ്സ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ക്രാഫ്റ്റ് സപ്ലൈസ്. ആ ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് കണ്ടത് ജേണൽ കിറ്റ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ എന്താ ഒരു ജേണൽ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇതിന്റെ ഡെലിവറി വന്നത്. സോ നമ്മുടെ ക്രാഫ്റ്റ് സപ്ലൈസ് കാറ്റഗറിയുടെ വിന്നറിന് ഈ ഒരു ജേണൽ കിറ്റ് ആണ്, ഒരു പർപ്പിൾ കളർ ജേണൽ കിറ്റ്. ഇതിലൊരു ജേണൽ ഡയറി, പിന്നെ എന്തൊക്കെയോ കാർഡ്സ്, ടേപ്പ്, സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി റാൻഡം എസെൻഷ്യൽസ്. പെർഫ്യൂംസ് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഓർഡർ ചെയ്ത പെർഫ്യൂം ഇതുവരെ വന്നില്ല. സോ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങി. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാറുണ്ട് ഈ ബാഗ് എവിടുന്ന, ഈ ബാഗിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ. സോ ഇത് തന്നെ ഒരെണ്ണം കൂടി ഞാൻ വാങ്ങി. കുറച്ച് മുമ്പാണ് ഇതിൻ്റെ ഡെലിവറി വന്നത്. അത് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. സോ അതുപോലെ തന്നെ ഒരു ബാഗാണ്. സെയിൽ നടക്കുന്ന കാരണം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇന്ന് വരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എസെൻഷ്യൽ കാറ്റഗറിയിലെ ഗിഫ്റ്റ് ഈ ബാഗാണ്. പിന്നെ ഒരു നെയിൽ പോളിഷ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. കടയിൽ ചെന്നിട്ട് ചേച്ചി ഒരു നല്ല നെയിൽ പോളിഷ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി എടുത്ത് തന്നതാണ്. സിൽവർ മൂൺലൈറ്റ് അങ്ങനെ എന്താണ് ഈ ഷെയ്ഡിന്റെ പേര് പറഞ്ഞത്. സോ ഇത് രണ്ടുമാണ് എസെൻഷ്യൽ കാറ്റഗറിയിലുള്ളത്. അപ്പതാ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഗിവ് അവേയുടെ റൂൾസ്. അതിനു മുമ്പ് ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് മിനിഞ്ഞാന്ന് ഇൻസ്റ്റയിൽ വന്നൊരു മെസ്സേജ് ആണ്. അക്കൗണ്ടും പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആണ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിനും ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഗിവ് അവേ എനിക്ക് തരൂ, ഇല്ലെങ്കിൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല, ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ഗിവ് അവേ റൂൾസ്:
പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യണം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഫോളോ ചെയ്യണം, 3 ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യണം, 5 പേർക്ക് ഷെയർ ചെയ്യണം. ഈ പറഞ്ഞ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒപ്പീനിയൻസ്, സജഷൻസും പ്രിഫറൻസൊക്കെ നിങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ അത്രയും കെയർഫുൾ ആയിട്ട് ഇതൊക്കെ ചൂസ് ചെയ്ത് ഇതുപോലൊരു വിർച്വൽ സ്പേസിൽ വന്നിരുന്ന് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കാൻ നോക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. സോ അതിൽ ഞാൻ കണ്ടീഷൻസ് ഒന്നും വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇനി ലോങ് ആക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഒക്ടോബർ 2-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഞാൻ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഒരുമിച്ച്. ഒരെണ്ണം സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ ഫോർ മെൻ, രണ്ടാമത്തത് സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ ഫോർ വിമൻ, മൂന്നാമത്തത് ക്രാഫ്റ്റ് സപ്ലൈസ്, നാലാമത്തത് റാൻഡം എസെൻഷ്യൽസ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ ഇഷ്ടം ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓരോ കാറ്റഗറിയിലെയും വിന്നറിനെ ചൂസ് ചെയ്യാൻ ആ പർട്ടിക്കുലർ വീഡിയോയുടെ കമൻറ്റ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് സജഷൻസ് ഇവിടെ കമൻറ്റ് ചെയ്യാം. ഇത്ര നേരം ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വീഡിയോ തീരാറായപ്പോൾ ലൈറ്റ് വരുന്നു. എന്തായാലും ഈ 2 ദിവസത്തെ ഡിലേ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ആ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി, റൂം മേക്ക് ഓവർ പിന്നെ സെൽഫ് കെയർ റൂട്ടീൻ ചോദിച്ച് കുറേ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. റൂം മേക്ക് ഓവറിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത പകുതി പ്രൊഡക്ട്സ് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആവുന്നത്. എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഓണാക്കി വെക്കുമ്പോഴേക്കും കാക്ക, പൂച്ച, പശു, അപ്പുറത്തെ വീട്ടിലെ കോഴി, പിന്നെ അത്രയും നേരം പോകാത്ത വണ്ടികളൊക്കെ ഇതിലൂടെ അങ്ങറ്റം തൊട്ട് ഹോൺ അടിച്ചുകൊണ്ട് വരും. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഡീറ്റെയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒക്ടോബർ 2 തേഴ്സ്ഡേ. ഓക്കെ, ബൈ.